വിഷു വരാറായല്ലോ. ഈ ബാക്കി വരുന്ന കട്ട് പീസ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ പറ്റുന്നൊരു ഉടുപ്പ് തയ്ക്കാം. ഇത് എനിക്ക് ലാച്ച തയ്ച്ചപ്പോൾ ബാക്കി വന്ന പീസാണ്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ChatGPTക്ക് അയച്ചു കൊടുത്തപ്പോൾ ChatGPT എനിക്ക് കുറച്ച് ഡിസൈൻസ് അയച്ചു തന്നു. ഇതൊക്കെയാണ് ആ ഡിസൈൻസ്. അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. ഒരു ടേപ്പും ചോക്കും കത്രിക ഉണ്ടെങ്കിൽ നമുക്കിത് വെട്ടാൻ തുടങ്ങാം. 1 ഇയറിന് താഴെയുള്ളൊരു കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് ഞാനത് ചെയ്തത്. മെഷർമെൻ്റൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് എടുത്തത്. അത് ഞാൻ പൊക്കത്ത് കൊടുക്കാം. അപ്പോൾ ഈ റെഡ് പോർഷൻ സ്കേർട്ടിനും ഗോൾഡൻ പോർഷൻ ടോപ്പിനുമാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം നീളവും വീതിയുള്ളൊരു ഭാഗം എടുത്ത് 2ആയിട്ട് മടക്കണം. അതിൽ നമുക്ക് ആവശ്യമുള്ള നീളവും വീതിയും കിട്ടുവാന്ന് ആദ്യം നോക്കണം. പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തണം, ആം ഹോൾ അടയാളപ്പെടുത്തണം. ആ 2 പോയിൻറ്റും തമ്മിൽ ചേർത്ത് വരയ്ക്കണം. പിന്നെ ചെസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തണം. ആം ഹോളിൻ്റെ മിഡിൽ പോയിൻറ്റിൽ നിന്ന് നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കാം. പിന്നെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് ആം ഹോളിൻ്റെ മിഡിൽ പോയിൻറ്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കട്ട് ചെയ്യണം. ഞാനിവിടെ സ്ലീവ്ലെസ് ടോപ്പാണ് തയ്ക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത്ര നീളം അടയാളപ്പെടുത്തി നമുക്ക് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ സ്ലീവ് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. പഫ് സ്ലീവൊക്കെ ആണെങ്കിൽ ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത്. ഇതുപോലത്തെ സ്ലീവാണ് ഞാൻ വെക്കാൻ പോണത്. ഇനി സ്കേർട്ടിൻ്റെ പൊക്കത്തെ ഭാഗം വേസ്റ്റിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് പീസ് ആയതുകൊണ്ട് തന്നെ സ്കേർട്ടിനുള്ള തുണി തികയാൻ വേണ്ടി കുറച്ച് പാട് കിട്ടും. ഇങ്ങനെ ഫ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് നമുക്ക് വേണ്ടത്. നേരത്തെ നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. ബാക്ക് സൈഡ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കയറ്റി വെച്ച് വേണം കട്ട് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ബാക്കിൽ കെട്ട് വരുന്ന ഡിസൈനാണ് ചെയ്യുന്നത്. ഞാനിത് ചുമ്മാ തയ്ക്കുന്നതായതുകൊണ്ട് ഞാനിതിന് ലൈനിങ് ഇടുന്നില്ല. ആവശ്യത്തിന് വേണ്ടി നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള തുണിക്ക് ഉറപ്പായിട്ട് ലൈനിങ് ഇടണം. നമുക്കിനി എല്ലാ പീസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെ ഭാഗവും സൈഡ് വശവും അടിച്ചെടുക്കണം. ഞാൻ 3 കെട്ടാണ് പിടിപ്പിക്കുന്നത്. അപ്പം 3 കെട്ട് ഒരേ അളവിൽ മുറിച്ചെടുക്കണം. ഇനി നമുക്കിതിലൊരു കുട്ടി ബോ പിടിപ്പിക്കാം. അങ്ങനെ സ്കേർട്ട് നമ്മൾ ഫ്ലീറ്റൊക്കെ വെച്ച് അടിച്ചെടുത്ത് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക് കൊടുക്കണം. കുട്ടികൾക്ക് കൂടുതലും ഇലാസ്റ്റിക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം.